ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്ത് തുടങ്ങുന്ന മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞുതരാം. ആദ്യമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഏത് കളറാണ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്, ആദ്യ കളർ അത് തന്നെയാണ് നമ്മൾ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ പേപ്പറിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കുക. നമ്മൾ ആ ഒരു റെഫറൻസ് ഇമേജിലുള്ള കളറും നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്ന കളറും സെയിം ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ കളർ അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങുക. പിന്നെ രണ്ടാമതായിട്ട് പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് മായ്ച്ചെടുക്കുക എന്ന് പറയുന്ന നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ആ ഒരു കാര്യം ഓർത്ത് വെച്ച് വേണം നിങ്ങൾ ഡ്രോയിങ് ചെയ്യാൻ. അപ്പം അതുപോലെ തന്നെ നിങ്ങൾ അത്രയും സൂക്ഷിച്ച് വേണം ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെറിയ ചെറിയ മിസ്റ്റേക്ക് പോലും വരാണ്ട് കറക്റ്റായിട്ട് തന്നെ ഓരോ ഭാഗങ്ങളും കറക്റ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ സാധാരണ പെൻസിൽ ഡ്രോയിങ് ആണെങ്കിൽ നമുക്ക് ഓക്കെ ആയിരുന്നു, കാരണം നമുക്ക് ചെറിയ മിസ്റ്റേക്ക് വന്നാലും മായ്ച്ചിട്ട് നമുക്ക് വരയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് അങ്ങനെയില്ല, നമുക്ക് മായ്ച്ചിട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അപ്പം ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ അടുത്തായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ പെൻസിൽ നല്ല രീതിയിൽ ഷാർപ്പ് ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പേപ്പറിൽ ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഈ കളർ നല്ല രീതിയിൽ ഇറങ്ങി ആ ഒരു ഷെയ്ഡിങ് അവിടെ നല്ല രീതിയിൽ കിട്ടാൻ പറ്റും കൂടെയാണ് അങ്ങനെ പറയുന്നത്. അപ്പം ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് കളർ പെൻസിലാണ് ആയിരിക്കുന്നെങ്കിലും നിങ്ങൾക്ക് ഈ ഡ്രോയിങ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ഈ കളർ പെൻസിലാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഡ്രോയിങ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമുക്ക് ഇതിൻ്റെ സ്കിൻ കളറൊക്കെ അവർ ഡയറക്റ്റ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിനുവേണ്ടി ഒരുപാട് സമയം പോകുന്നില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കുറച്ച് റേറ്റ് വരുന്നുണ്ട്, 800 സംതിങ് ഒക്കെയാണ് ഈ ഒരു കളർ പെൻസിലിന് റേറ്റ് ഇപ്പം കൊടുത്തിരിക്കുന്നത്. അപ്പം എങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് വാങ്ങിയാൽ നഷ്ടമൊന്നുമില്ല. കളർ പെൻസിൽ ഡ്രോയിങ് നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ കളർ പെൻസിൽ വാങ്ങി വെക്കാവുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് കളർ പെൻസിലാണ് നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കുറഞ്ഞ റേറ്റിൽ ഒരു കളർ പെൻസിൽ നോക്കുന്നുണ്ടെങ്കിൽ ആർട്ട് ലൈനിൻ്റെ കളർ പെൻസിൽ വലിയ കുഴപ്പമില്ല. ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ട കളർ പെൻസിൽ സെറ്റ് തന്നെയായിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾ ഡ്രോയിങ് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. ഈ ചാനൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വാങ്ങിയ കളർ പെൻസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോംസിൻ്റെ ആയിരുന്നു. അപ്പോൾ ഡോംസിൻ്റെ എനിക്ക് അത്രയ്ക്ക് ആ ഒരു സെറ്റ് യൂസായിട്ട് വന്നില്ല. അത് തീരെ കുറഞ്ഞ ഒരു പെൻസിലായിരുന്നു ഞാൻ വാങ്ങിയത്. അതുകൊണ്ടായിരിക്കാം എനിക്ക് അത്ര ഇതായിട്ട് വന്നില്ല. പിന്നീടാണ് ഞാൻ ആർട്ട് ലൈനിൽ വാങ്ങുന്നത്. അപ്പോൾ ആർട്ട് ലൈനിൽ വാങ്ങിയിട്ട് എനിക്ക് വലിയ കുഴപ്പമുള്ളതായിട്ട് തോന്നിയില്ല. അപ്പോൾ അതിന് ഒരു 200 രൂപയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് വാങ്ങി നോക്കാവുന്നതാണ് വേണമെങ്കിൽ. പിന്നെ നിങ്ങൾ കളർ പെൻസിൽ ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പേപ്പർ കുറച്ച് GSM കൂടിയ പേപ്പർ തന്നെ എടുക്കുക. കാരണം കുറച്ച് GSM കൂടിയ പേപ്പറിലാണെങ്കിൽ നമുക്ക് കൂടുതൽ ലെയർ ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ, കുറേ ഷെയ്ഡിങ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. കളർ പെൻസിൽ ആയതുകൊണ്ട് നമുക്ക് കുറേ ഷെയ്ഡ് ചെയ്താൽ ആ കളറൊക്കെ നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ. അപ്പം അതനുസരിച്ചുള്ള പേപ്പർ എടുക്കുക. ഇതിപ്പോൾ 250 GSM വരുന്ന പേപ്പറാണ്. അപ്പം 250 ഇല്ലെങ്കിൽ പോലും ഒരു 200 ഉണ്ടായിരിക്കണം. അതിൽ താഴ്ന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ നല്ല സമയത്ത് തന്നെ ഈ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യുക. കാരണം നമ്മൾ സാധാരണ ഡ്രോയിങ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സമയം നമുക്ക് ഈ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത് കണ്ട് നിങ്ങൾ സമയം കണ്ടെത്തി തന്നെ ഇരുന്ന് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും ഒക്കെയാണ് എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ. പിന്നെ നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾ ഓരോ വീഡിയോസും കണ്ട് നിങ്ങൾ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് വഴി ചോദിക്കുക. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ വരച്ച ഡ്രോയിങ് ഒക്കെ എനിക്ക് അയച്ചു തരാൻ പറ്റുമെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഒന്ന് അയച്ചു തരിക. ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. 2 അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഏതിൽ വേണമെങ്കിലും നിങ്ങൾ മെസ്സേജ് അയച്ചോ, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾ ഡ്രോയിങ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഒന്നും ശരിയാവണം നിർബന്ധമില്ല, തെറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പം അത് കണ്ടിട്ട് അല്ലെങ്കിൽ വരച്ചിട്ടൊന്നും ശരിയാകുന്നില്ല എന്ന് കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഡ്രോയിങ് നിർത്തിപ്പോകല്ലേ. നിങ്ങൾ സമയമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും തന്നെ പ്രാക്ടീസ് ചെയ്ത് ആ ഒരു കഴിവ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഞാനുൾപ്പെടെയുള്ള എല്ലാ ഡ്രോയിങ് ചെയ്യുന്ന ആൾക്കാരും ഒരു കാലത്ത് ഈ രീതിയിൽ അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ വന്നു തന്നെയാണ് നമ്മൾ ഡ്രോയിങ് ഇമ്പ്രൂവ് ചെയ്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ച് തന്നെ നിങ്ങൾ വരച്ച് മുമ്പോട്ട് പോയാൽ മതി. അല്ലാതെ നമ്മൾ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ ഒന്നും ഡ്രോയിങ് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കണം. ഒരു ദിവസം നമുക്ക് തീർച്ചയായിട്ടും നല്ല അടിപൊളിയായിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ എൻ്റെ പഴയ ഡ്രോയിങ്ങും പുതിയ ഡ്രോയിങ്ങും എല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം നിങ്ങൾ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഡ്രോയിങ് തെറ്റ് വരുമ്പം നിങ്ങളത് കണ്ടാൽ മതി. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരയ്ക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പം ആ രീതിയിൽ കണ്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പോയാൽ മാത്രം മതി. എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഡ്രോയിങ് അയച്ചു തരുന്നുണ്ട് കുറച്ച് പേരൊക്കെ. അപ്പം അവർക്കൊക്കെ അവർ അയച്ചു തരുന്ന ഡ്രോയിങ്ങിലൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവുള്ളൂ. ചില നല്ല അടിപൊളിയായിട്ട് വരയ്ക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ചെറിയ മിസ്റ്റേക്ക് ഉള്ളതിൽ പോലും ഞാൻ നന്നായിട്ടുണ്ടെന്ന് പറയാറുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് നമ്മളൊരു നെഗറ്റീവായിട്ടൊരു ഇത് കൊടുക്കാൻ പാടില്ല, കമൻറ്റ് കൊടുക്കാൻ പാടില്ല. അവർ നല്ല രീതിയിൽ ഇനിയും വരണം അല്ലെങ്കിൽ നല്ല രീതിയിൽ വരയ്ക്കണം. അപ്പം ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാമെന്നേ ഞാൻ പറയാറുള്ളൂ.
അപ്പം അവർ നമ്മളിപ്പോൾ തീരെ ഒരു ബാഡായിട്ട് നമ്മൾ കമൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഡ്രോയിങ് പിന്നീട് ചെയ്തില്ലെന്ന് വരും. അപ്പം അതേസമയം നമുക്ക് ഒരു മോട്ടീവായിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായും അവർ വീണ്ടും വീണ്ടും ഡ്രോയിങ് ചെയ്യും. അവർ നല്ല അടിപൊളിയായിട്ട് വരയ്ക്കാനും അവരെക്കൊണ്ട് പിന്നീട് സാധിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കാണുക. വരച്ചു തുടങ്ങുന്ന സമയത്ത് എല്ലാവരും അങ്ങനെ തന്നെയാണ്, അത് നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പം ഞാൻ വരച്ചു തുടങ്ങിയ സമയത്ത് ഇപ്പം ഒരുപാട് പേര് കളിയാക്കാനും ബാഡ് കമൻറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ വിട്ടില്ല. ഞാൻ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോയി അത്യാവശ്യം ഇമ്പ്രൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെയാണെങ്കിലും അടിപൊളിയായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാനും പറ്റും. അപ്പോൾ അന്ന് നമ്മളെ കളിയാക്കിയ ആൾക്കാരൊക്കെ ഇന്ന് നമ്മളൊരു ഡ്രോയിങ് ചെയ്ത് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ രീതിയിൽ നിങ്ങളോടും ആൾക്കാർ ചോദിക്കും ഡ്രോയിങ് ചെയ്ത് തരാമോ എന്നൊക്കെ. അപ്പോൾ ആദ്യം നമ്മളെ കളിയാക്കിയ ആൾക്കാരൊക്കെ പിന്നീട് നമുക്ക് വേണ്ടി കൈയടിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും അടിപൊളിയായിട്ട് വരയ്ക്കാൻ പറ്റുമെന്ന് ഉറപ്പായിട്ട് തന്നെ നിങ്ങൾക്ക് നല്ല വിശ്വാസത്തോടെ തന്നെ മുമ്പോട്ട് പോവുക. അപ്പോൾ നമ്മൾ ഫേസിൻ്റെ ഈ ഒരു ഭാഗം കൂടെ ഷെയ്ഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഈ സൈഡിലോട്ട് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഒരുപാട് ഷെയ്ഡിങ് നമുക്ക് ആവശ്യം വരുന്നില്ല. ഇവിടെ കൂടുതൽ ലൈറ്റ് അടിക്കുന്ന ഏരിയാസാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഇങ്ങനെ സൈഡിലോട്ട് ചെയ്ത അത്ര ഭാഗത്തെ ഷെയ്ഡിങ് നമുക്ക് ഇങ്ങോട്ട് ഒരുപാട് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ ഇവിടെ ലൈറ്റ് ഷെയ്ഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇവിടെ കണ്ണ് വരയ്ക്കേണ്ടത് കൊണ്ടാണ് ഞാൻ ആദ്യം വരച്ച കണ്ണിൻ്റെ ഭാഗങ്ങളൊന്നും നിങ്ങളെ കാണിക്കാത്തത്. അപ്പോൾ ഏതായാലും നമുക്കൊന്നുകൂടെ വരയ്ക്കണമല്ലോ, അതുകൊണ്ട് അപ്പോൾ നിങ്ങളെ വരയ്ക്കുന്ന സമയത്ത് നിങ്ങളെ കാണിക്കാൻ കരുതിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ വീഡിയോ ഒരുപാട് ലോങ് ആക്കി കൊണ്ടുപോകും. നമ്മൾ അടുത്തൊരു പാർട്ട് ഉണ്ടാക്കി ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യുക. അടുത്ത പാർട്ടിൽ നമുക്ക് മുടിയും താടിയൊക്കെ വരയ്ക്കാനുള്ളൂ. അപ്പോൾ അതാണ് ഇപ്പോൾ നമുക്ക് ഒരുപാട് സമയം വേണം. അപ്പം ഒരുപാട് സ്പീഡിൽ നിങ്ങളെ കാണിച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരുപാട് സ്പീഡിൽ നമ്മൾ കാണിക്കുന്നില്ല, ഒരുപാട് വീഡിയോ നമ്മൾ ലോങ് ആക്കി കൊണ്ടുപോകുന്നില്ല. ഈ ഒരു പെൻസിൽ സെറ്റിൽ സ്കിൻ കളർ തന്നെ 3 എണ്ണം ഉണ്ട്. കാണുമ്പോൾ ഇപ്പോൾ തോന്നുമെങ്കിലും നമുക്ക് ഒരെണ്ണം കുറച്ച് ലൈറ്റായിട്ടുള്ള കളറാണ്. പിന്നെ ഒന്ന് കുറച്ചുകൂടെ അതിനേക്കാളും കുറച്ചുകൂടെ കടുപ്പമുള്ളത്, പിന്നെ അതിനേക്കാളും കുറച്ചുകൂടെ കടുപ്പമുള്ളത്, അങ്ങനെ 3 ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്കിൻ കളർ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ സ്കിൻ കളർ ലൈറ്റായിട്ട് കൊടുക്കണമെങ്കിൽ ലൈറ്റായിട്ട് കൊടുക്കാം, നമുക്ക് കുറച്ചുകൂടെ കടുപ്പത്തിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പം ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ 3 ടൈപ്പ് തന്നെ കിട്ടുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ബേബി പിങ്ക് എന്ന് പറഞ്ഞൊരു കളർ, അത് ഇതിൻ്റെ അകത്ത് ഞാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ബ്രൗൺ കളറും നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ അകത്ത് 2 ടൈപ്പൊക്കെ ഉണ്ട്. അപ്പം എങ്ങനെയാണെങ്കിലും ഈ ഒരു സെറ്റ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതിനുള്ളൊരു ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് കുറേ നാളത്തേക്ക് വേറെ സ്കിൻ കളർ അല്ലെങ്കിൽ വേറെ പെൻസിലൊന്നും സെറ്റൊന്നും വാങ്ങേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു പെൻസിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു പെൻസിലും അല്ല. നമുക്ക് കുറേ നാളത്തേക്ക് സ്കിൻ കളർ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് അല്ലാത്ത കളേഴ്സൊക്കെ വേണമെങ്കിൽ, അതായത് റെഡ്, ഗ്രീൻ അങ്ങനെയുള്ള വേറെ കളേഴ്സൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുറഞ്ഞ ഏതെങ്കിലും സെറ്റ് ഒരെണ്ണം വാങ്ങിയാൽ മതി. അപ്പോൾ നമുക്ക് സ്കിൻ കളർ ചെയ്യാൻ വേണ്ടി ഈ ഒരു സെറ്റ് ഉപയോഗിക്കാം. മറ്റ് കളേഴ്സ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ
ഞാൻ പറഞ്ഞ പോലെ വേറൊരു സെറ്റ് നിങ്ങൾ വാങ്ങിയിട്ട് അതിൽ നിന്ന് നമുക്ക് എടുക്കാം. കാരണം ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ എല്ലാ കളേഴ്സും നമുക്ക് ഇതിനകത്തില്ല. മെയിനായിട്ട് പറഞ്ഞാൽ സ്കിൻ കളറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു യെല്ലോ കളർ, അതുപോലെ കുറച്ച് ഡാർക്കായിട്ടുള്ള ബ്ലൂ, അങ്ങനെയൊക്കെ ഉള്ള കളേഴ്സ് അതിൻ്റെ കൂടുതലായിട്ടും കൊടുത്തിട്ടുള്ളൂ. അപ്പം അതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് മറ്റ് കളേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ സെറ്റ് പോരാതെ വരും. അപ്പം നമുക്കിപ്പം ചില ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഡ്രസ്സിൻ്റെയൊക്കെ വർക്കുണ്ടല്ലോ, ഡ്രസ്സൊക്കെ വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കളേഴ്സൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ചിലപ്പം ഇതിൻ്റെ അകത്ത് അത് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അപ്പം അങ്ങനെ വരുമ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഒരെണ്ണം വാങ്ങി വെച്ചാൽ മതി. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആർട്ട് ലൈനോ ഡോംസോ എല്ലാം വാങ്ങിയാലും മതി. അതിന് വലിയ റേറ്റ് വരുന്നില്ലല്ലോ. പിന്നീട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും ഈ ഒരു സെറ്റ് നിങ്ങൾ വാങ്ങി ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാകും. കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു കൊടുത്തേക്കുന്ന കളേഴ്സും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ആ കളർ അപ്ലൈ ചെയ്യാനും സാധിക്കും. പിന്നെ നമ്മൾ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ കുറേ ഡൗട്ടുകളൊക്കെ ഉണ്ടാകും. ഏത് കളർ ആദ്യം കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും. ഒരു കുറച്ച് ഡ്രോയിങ്സ് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഐഡിയ കിട്ടും, എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിതിൽ ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ബ്രൗൺ കളറാണ്. പിന്നീട് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കുറച്ചുകൂടെ ഒരു ഡാർക്ക്നെസ് നമുക്ക് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്യാം. അങ്ങനെ 2 കളേഴ്സ് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡാർക്ക് ഷെയ്ഡ് നമുക്ക് അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മൂക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് നോക്കുമ്പം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെയൊക്കെയാണ് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഭാഗങ്ങൾ. അപ്പം ആ ചിത്രത്തിൽ ഉള്ള ആ ഡാർക്ക്നെസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ബ്രൗൺ കളറും ബ്ലാക്ക് കളറും ഒക്കെ ഉപയോഗിച്ചിട്ട് ആ ഒരു കളർ അവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പം ഏതൊരു ഡ്രോയിങ് ചെയ്യുവാണെങ്കിലും നമ്മൾ മാക്സിമം അതിലുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇങ്ങോട്ട് പകർത്തി വരയ്ക്കാനായിട്ട് ശ്രമിക്കണം. എങ്കിൽ നമുക്ക് ആ റെഫറൻസ് ഇമേജുമായിട്ട് വെച്ച് നോക്കുന്ന സമയത്ത് അതിലെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയോ എന്ന് മനസ്സിലാക്കാണ്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തെറ്റിപ്പോയെങ്കിൽ ആ തെറ്റിപ്പോയ ഭാഗം ഇവിടെ നിന്ന് കണ്ടുപിടിക്കാനും അത് തിരുത്താനൊക്കെ നമുക്ക് സാധിക്കുന്നത് എപ്പോഴും ഒരു റെഫറൻസ് ഇമേജിനെ അടിസ്ഥാനമാക്കി നമ്മൾ വരയ്ക്കുന്ന സമയത്താണ്. കളർ പെൻസിൽ ഡ്രോയിങ്ങിൽ ഞാനും സ്റ്റാർട്ടിങ്ങാണ്. ഒരുപാട് ഡ്രോയിങ് ഞാൻ കളർ പെൻസിൽ ഉപയോഗിച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ ഞാൻ വരച്ച് പോകുന്ന സമയത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു ഡ്രോയിങ് ക്ലാസ് ആയിട്ടൊന്നും നിങ്ങൾ കാണണമെന്നില്ല. ജസ്റ്റ് എനിക്കറിയാവുന്ന കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റുമായിരിക്കും. ഞാൻ വരയ്ക്കുന്നത് നല്ലതായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും അത് വരച്ച് നോക്കാനേ അറിയത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളൊന്ന് വരച്ച് നോക്കുക. പിന്നെ ഞാൻ മിക്ക വീഡിയോയിലും പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഏതൊരു ഡ്രോയിങ് ചെയ്യുവാണെങ്കിലും ഒരു പരീക്ഷണം എന്നപോലെ നിങ്ങൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് പോലെ നിങ്ങൾ കണ്ടാൽ മതി. ഞാൻ ഇങ്ങനെ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പം ആരും ഡ്രോയിങ് ചെയ്തിട്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മനസ്സിൽ വിഷമം ഉണ്ടാകാൻ പാടില്ല. വീണ്ടും നിങ്ങൾക്ക് ഒന്നുകൂടെ വരച്ച് നോക്കാനുള്ളൊരു അവസരമുണ്ട് എന്ന് കരുതി തന്നെ നിങ്ങൾ വരച്ചാൽ മതി. അപ്പം ചില ഡ്രോയിങ്ങൊക്കെ നമുക്ക് എന്താ പറയുക നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റില്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടാകുമല്ലോ. അപ്പം അങ്ങനെ കാണുമ്പോൾ, അതായത് നിങ്ങൾക്ക് ആ ഒരു ഡ്രോയിങ് നിങ്ങൾ നല്ല രീതിയിൽ വരയ്ക്കും എന്നൊരു ഇതായിട്ട് നിങ്ങൾ ഇരുന്ന് വരയ്ക്കല്. അതേസമയം ഒരു ശ്രമം അത്രമാത്രം നിങ്ങൾ കണ്ട് വരയ്ക്കുക. അപ്പോൾ ചിലപ്പം ആ ഒരു ഡ്രോയിങ് നിങ്ങൾക്ക് നല്ല ബെറ്ററായിട്ട് ചെയ്യാനും സാധിക്കും. നമ്മൾ ഇപ്പോൾ വരയ്ക്കുന്ന ഈ ഒരു ഭാഗം, അതായത് നിങ്ങൾ ആ ഒരു ഫോട്ടോ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും, മന്തിറ്റിൻ്റെയൊക്കെ ആ ഭാഗത്ത് നല്ല രീതിയിൽ ലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെ തീരെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് നമ്മൾ കൊടുത്താൽ മതി. ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് അവിടെ കൊടുക്കേണ്ട കാര്യമില്ല, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ അതുപോലെ, അതായത് അവിടെ വെള്ള പേപ്പറായിട്ട് ഇട്ട് പോകല്, നിങ്ങളവിടെ ചെറിയൊരു ഷെയ്ഡെങ്കിലും കൊടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സെറ്റിൽ ഏറ്റവും ലൈറ്റായിട്ടുള്ള പെൻസിലൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു പെൻസിൽ ഉപയോഗിച്ച് നമുക്ക് അവിടെ ഷെയ്ഡ് ചെയ്താൽ മതി.
അപ്പോൾ നിങ്ങൾ ഇത്രയും ഭാഗം ഒന്ന് വരച്ച് നോക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ടാണ് നിങ്ങൾ കമൻറ്റ് വഴി ചോദിക്കാൻ നേരത്തെ പറഞ്ഞാൽ. പിന്നെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ.